ഹലോ സുഹൃത്തെ, നമസ്കാരം. ഇന്ന് നവംബർ 29 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഓരോ കോമ്പറ്റേറ്റീവ് എക്സാമിലും കറണ്ട് അഫേഴ്സിന് പ്രാധാന്യമുണ്ട്. അത് ഇന്റർവ്യൂ ആയിക്കോട്ടെ, ഏത് ടെസ്റ്റ് ആയിക്കോട്ടെ, എവിടെയും കറണ്ട് അഫേഴ്സ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്നും അപ്ഡേറ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കണം. ജേഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ഇന്നത്തെ ചില ന്യൂസ് ഹെഡിങ്സ് ആണ്. അതായത് 55ാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ അവസാനിച്ച് ഗോവയിൽ. വളരെ ആവശ്യകരമായിട്ടുള്ള ഒരു ചടങ്ങോടെയാണ് ഇത് അവസാനിച്ചിട്ടുള്ളത്. കൂടാതെ കൊച്ചിൻ വിമാനത്താവളത്തിൽ ഈവ എന്ന പൂച്ച ചരിത്രം സൃഷ്ടിച്ചു. ഇന്ത്യയുടെ ബാലസ്റ്റിക് മിസൈൽ ആയിട്ടുള്ള K4 3500 കിലോമീറ്റർ എന്ന ദൂരപരിധിയിൽ ടെസ്റ്റ് ഫയർ നടത്തി. ഇതും ഒരു വാർത്തയാണ്. ഇതേപോലുള്ള ലേറ്റസ്റ്റ് കാര്യങ്ങളാണ് ജേഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും നൽകാൻ ശ്രമിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫേഴ്സിലേക്ക് നമുക്ക് പോകാം. ആദ്യത്തെ ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് 55th ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ കൺക്ലൂഡ്സ് വിത്ത് വൈബ്രന്റ് സെറമണി ഇൻ ഗോവ. 55ാമത്തെ IFFI ഗോവയിൽ നടന്ന ആവശ്യകരമായ ചടങ്ങോടെ സമാപിച്ചു. ഇതൊരു ന്യൂസ് ഹെഡിംഗ് ആണ്. ഇന്നത്തെ മിക്കവാറും പത്രങ്ങളിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് ഹെഡിംഗ് ആണിത്. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 55ാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഗോൾഡൻ പീകോക്ക് അവാർഡ് നേടിയ ചിത്രം ടോക്സിക്. ഗോവ ഫിലിം ഫെസ്റ്റിവലിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള അവാർഡ് ആണ് ഗോൾഡൻ പീകോക്ക് അവാർഡ്. ഈ ഗോൾഡൻ പീകോക്ക് അവാർഡ് 55ാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ ഗോൾഡൻ പീകോക്ക് അവാർഡ് നേടിയിട്ടുള്ളത് ടോക്സിക് എന്ന ചിത്രമാണ്. ടോക്സിക് എന്ന ചിത്രം, ഇതിന്റെ നിർമ്മാതാവ് ആണ് സോൾ ബിലോവേറ്റ്, ലിത്വാനിയ ഫിലിം ഡയറക്ടറും ഒപ്പം തന്നെ തിരക്കഥാകൃത്തുമായിട്ടുള്ള സോൾ ബ്ലിവേറ്റിനാണ് ടോക്സിക് എന്ന ചിത്രത്തിന് ഗോൾഡൻ പീകോക്ക് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ടോക്സിക് എന്നത് അവരുടെ ആദ്യത്തെ ചിത്രം കൂടിയാണ്. 2024 55ാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള അവാർഡ് നേടിയത് ആരാണ്? ക്ലെമൻ ഫാവ്രോ. ക്ലെമൻ ഫാവ്രോയ്ക്കാണ് ദ ബെസ്റ്റ് ആക്ടർ എന്ന അവാർഡ് ലഭിച്ചിട്ടുള്ളത്. 55ാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ ക്ലെമൻ ഫാവ്രോ അഭിനയിച്ചിട്ടുള്ള ചിത്രമാണ് ഹോളി കൗ. ഫ്രഞ്ച് ഫിലിം ആയിട്ടുള്ള ഹോളി കൗവിൽ അഭിനയിച്ച ക്ലെമൻ ഫാവ്രോയ്ക്കാണ് ദ ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത്. 2024 55ാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിക്കുള്ള അവാർഡ് നേടിയത് ആരാണ്? വെസ്റ്റ മാറ്റ്ലേറ്റ്, ലേവ റുപേക്കേറ്റ്. രണ്ടുപേർക്കാണ് ഈ പ്രാവശ്യത്തെ 55ാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിമാർക്കുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഇത് വെസ്റ്റ മാറ്റ്ലേറ്റും ലെവ റുപേക്കേറ്റ് എന്നിവർക്കാണ്. 2024 55ാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനുള്ള അവാർഡ് നേടിയത് ആരാണ്? ബോഗ്ഡാൻ മുറേസാനോ. ബോഗ്ഡാൻ മുറേസാനോ എന്ന ഡയറക്ടർക്കാണ് 55ാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ ബെസ്റ്റ് ഡയറക്ടർക്കുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ചിത്രമാണ് ദി ന്യൂ ഇയർ ദാറ്റ് നെവർ കെയിം. ദി ന്യൂ ഇയർ ദാറ്റ് നെവർ കെയിം എന്ന ചിത്രത്തിനാണ് ബോഗ്ഡാൻ മുറേസാനോന് ദ ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹം റൊമേനിയൻ സ്വദേശിയാണ്. 55ാമത്തെ ഫിലിം ഫെസ്റ്റിവൽ ഇത് ആരംഭിച്ചിട്ടുള്ളത് 20 നവംബർ, അതായത് നവംബർ 20-ാം തീയതി. നവംബർ 28-ാം തീയതി ഇത് അവസാനിച്ചു. ഈ പ്രാവശ്യത്തെ ഈ അവാർഡിൽ ഫിലിപ്പ് നോയ്സേക്കാണ് സത്യജിത് റായ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. മറ്റൊരു ന്യൂസ് ഹെഡിംഗ് ആണ് എ കാറ്റ് നെയ്മഡ് ഇവ മേക്സ് ഹിസ്റ്ററി അറ്റ് കൊച്ചിൻ എയർപോർട്ട്. കൊച്ചിൻ വിമാനത്താവളത്തിൽ ഇവ എന്ന പൂച്ച ചരിത്രം സൃഷ്ടിച്ചു. ഇതൊരു വാർത്തയാണ്. അതായത് ഇവ എന്ന പൂച്ച കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ആദ്യമായിട്ട് വന്നിറങ്ങി. ഇന്നത്തെ ഹിന്ദു പത്രത്തിലെ വാർത്തയാണത്. ഇവ മേക്സ് ഹിസ്റ്ററി ആറ്റ് കൊച്ചിൻ എയർപോർട്ട്. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 നവംബർ 28-ന് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ആദ്യത്തെ മൃഗം ഏതാണ്? ഇവ, ഒരു വളർത്തുപൂച്ച. ഇപ്പൊ നവംബർ 28-ാം തീയതി കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലെ ഇറങ്ങിയിട്ടുള്ള ആദ്യത്തെ ഒരു മൃഗം അത് ഇവ എന്ന ഒരു വളർത്തുപൂച്ചയാണ്. ആദ്യമായിട്ടാണ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന് ഈ ഒരു അനുമതി ലഭിച്ചിട്ടുള്ളത്. ഇതനുസരിച്ചാണ് ഇവ എന്ന പൂച്ച കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുള്ളത്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ആനിമൽ ക്വാറന്റൈൻ സർട്ടിഫിക്കേഷൻ സർവീസ് ആരംഭിച്ചത് ഏത് വർഷമാണ്? 2024 ഒക്ടോബർ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഈ ഒക്ടോബറിലാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിനെ എയർപോർട്ട് ആനിമൽ ക്വാറന്റൈൻ സർട്ടിഫിക്കേഷൻ സർവീസ് ലഭിച്ചിട്ടുള്ളത്. അതായത് ഇത്തരത്തിലുള്ള സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ മൃഗങ്ങളെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇതനുസരിച്ച് ഇപ്പോൾ എയർപോർട്ടിന് ലഭിച്ചിട്ടുള്ള ഒരു അംഗീകാരമാണ് എയർപോർട്ട് ആനിമൽ ക്വാറന്റൈൻ സർട്ടിഫിക്കേഷൻ സർവീസ്. ഇന്ത്യയിലെ എത്ര വിമാനത്താവളങ്ങൾക്ക് മൃഗങ്ങളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ അനുമതിയുണ്ട്? 6 എയർപോർട്ട്സ്.
6 എയർപോർട്ട്സിനാണ്. കൂടാതെ ഇപ്പോൾ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിനും ഈ അനുമതി ലഭിച്ചിരിക്കുകയാണ്. ഈ 6 എയർപോർട്ട്സ് ആണ് ഡൽഹി, മുംബൈ, ചെന്നൈ, ഹൈദരാബാദ്, ബാംഗ്ലൂരു ആൻഡ് കൊൽക്കത്ത. അപ്പൊ ഇവ എന്ന പൂച്ചയാണ് കേരളത്തിൽ, അതായത് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ആദ്യമായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു വളർത്തു പൂച്ച. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്ത്യ ടെസ്റ്റ് ബാലിസ്റ്റിക് മിസൈൽ വിത്ത് എ റേഞ്ച് ഓഫ് അറൌണ്ട് 3500 കിലോമീറ്റർ. 3500 കിലോമീറ്റർ ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലാണ് ഇന്ത്യ പരീക്ഷിക്കുന്നത്. ഇതൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, കാരണം ഇതൊരു ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈൽ ആയതുകൊണ്ടാണ് ഇത്രയും ഒരു വാർത്ത. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 നവംബർ 27 പരീക്ഷിച്ച ആണവശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലിന്റെ പേരെന്താണ്? K4 അന്തർവാഹിനി ബാലിസ്റ്റിക് മിസൈൽ. K4 സബ്മറൈൻ ബാലിസ്റ്റിക് മിസൈൽ ആണ് ഈ കഴിഞ്ഞ നവംബർ 27 ഇന്ത്യയുടെ ന്യൂക്ലിയർ കേപ്പബിൾ ബാലിസ്റ്റിക് മിസൈൽ ആയിട്ടുള്ള K4 വളരെ വിജയകരമായിട്ട് ടെസ്റ്റ് ഫയർ നടത്തിയിട്ടുള്ളത്. K4 അന്തർവാഹിനി ബാലിസ്റ്റിക് മിസൈൽ 2024 നവംബർ 27 ഏത് അന്തർവാഹിനിയിൽ നിന്നാണ് പരീക്ഷിച്ചത്? INS അരിഘട്ട്. ഇന്ത്യയുടെ രണ്ടാമത്തെ ഒരു അന്തർവാഹിനി കപ്പലാണ് INS അരിഘട്ട്. ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള രണ്ടാമത്തെ സബ്മറൈൻ. ഇതിൽ നിന്നാണ് ഈ കഴിഞ്ഞ നവംബർ 27 K4 സബ്മറൈൻ ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായിട്ട് ടെസ്റ്റ് ഫയർ നടത്തിയിട്ടുള്ളത്. 2024 നവംബർ 27 പരീക്ഷിച്ച K4 അന്തർവാഹിനി ആണവശേഷിയുള്ള K4 അന്തർവാഹിനി വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈലിന്റെ പരിധി എത്രയാണ്? 3500 കിലോമീറ്റർ. ഏതൊരു മിസൈലിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റേഞ്ച്. എത്ര ഡിസ്റ്റൻസിൽ അതിനെ പ്രഹരം ഏൽപ്പിക്കാൻ സാധിക്കും, അതിന്റെ കപ്പാസിറ്റി, എത്ര വെയിറ്റ് അതിനെ കൊണ്ടുപോകാൻ സാധിക്കും എന്നിവയെല്ലാം. ഇതനുസരിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള K4 സബ്മറൈൻ ലോഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഇതിന്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ 3500 കിലോമീറ്റർ ആണിത്. ഈ ഒരു പരീക്ഷണം നടത്തിയിട്ടുള്ളത് INS അരിഘട്ട് എന്ന സബ്മറൈൻ വഴിയാണ്. ഇത് ബേ ഓഫ് ബംഗാൾ ഉൾക്കടലിൽ വെച്ചിട്ടുള്ള ഒരു പരീക്ഷണമായിരുന്നു. രണ്ടാമത്തെ അരിഹന്ത് ക്ലാസ് അന്തർവാഹിനി INS അരിഘട്ട് ഏത് തീയതിയിലാണ് ഇന്ത്യൻ നാവികസേനയിൽ കമ്മീഷൻ ചെയ്തത്? 29 ഓഗസ്റ്റ് 2024. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 29 INS അരിഘട്ട് ഇന്ത്യൻ നേവിയുടെ ഭാഗമായിട്ടുള്ളത്, അതായത് ഇന്ത്യൻ നേവി കമ്മീഷൻ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ആദ്യത്തെ സബ്മറൈൻ ആണ് INS അരിഹന്ത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ലാസ് വേഗാസ് ഗ്രാൻഡ് പ്രീ 2024. മാക്സ് വെസ്റ്റാപ്പൻ ക്ലിഞ്ചസ് 4th ഫോർമുല 1 ടൈറ്റിൽ. ലാസ് വേഗാസ് ഗ്രാൻഡ് പ്രീ 2024 മാക്സ് വെസ്റ്റാപ്പൻ 4ാമത്തെ ഫോർമുല 1 ടൈറ്റിൽ നേടി. ഇതൊരു സ്പോർട്സ് വാർത്തയാണ്. ഫോർമുല 1 എന്ന ഗ്രാൻഡ് പ്രിയിൽ വിജയിച്ച ടൈറ്റിൽ കരസ്ഥമാക്കിയിട്ടുള്ള മാക്സ് വെസ്റ്റാപ്പനെ കുറിച്ചുള്ള വാർത്തയാണിത്. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 നവംബർ 24 തുടർച്ചയായി 4ാം ഫോർമുല 1 ഡ്രൈവേഴ്സ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ആരാണ്? മാക്സ് വെസ്റ്റാപ്പൻ. 4ാമത്തെ പ്രാവശ്യമാണ്, അതായത് ഒരു വർഷം ഏറ്റവും കൂടുതൽ മോട്ടോർ റേസിംഗ് വിജയിക്കുന്ന സ്പോർട്സ് പേഴ്സണെയാണ് ചാമ്പ്യൻഷിപ്പ് കിരീടം നൽകുന്നത്. ഇതനുസരിച്ച് കഴിഞ്ഞ 4 വർഷമായിട്ട്, അതായത് ഈ വർഷം മുതൽ കഴിഞ്ഞ 3 വർഷവും നേടിയിട്ടുള്ളത് മാക്സ് വെസ്റ്റാപ്പൻ ആണ്. 4ാമത്തെ പ്രാവശ്യമാണ് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കുന്നത്. ഏത് ഗ്രാൻഡ് പ്രിയിലാണ് മാക്സ് വെസ്റ്റാപ്പൻ തുടർച്ചയായ 4ാം ഫോർമുല 1 ഡ്രൈവേഴ്സ് ചാമ്പ്യൻഷിപ്പ് കിരീടം പ്രഖ്യാപിച്ചത്? ലാസ് വേഗാസ് ഗ്രാൻഡ് പ്രി. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഈ കഴിഞ്ഞ നവംബർ 24 നടന്നിട്ടുള്ള ഒരു മോട്ടോർ റേസിംഗ് ആണ് ലാസ് വേഗാസ് ഗ്രാൻഡ് പ്രി. ഇതിൽ വെച്ചാണ് മാക്സ് വെസ്റ്റാപ്പന് ഈ വർഷത്തെ ചാമ്പ്യൻഷിപ്പ് പട്ടം ലഭിച്ചിട്ടുള്ളത്. ലാസ് വേഗാസ് ഗ്രാൻഡ് പ്രി 2024 നേടിയത് ആരാണ്? ജോർജ് റസൽ. UK ഫോർമുല 1 ഡ്രൈവർ ആയിട്ടുള്ള ജോർജ് വെസൽ ആണ് ഈ കഴിഞ്ഞ നവംബർ 24 നടന്നിട്ടുള്ള ലാസ് വേഗാസ് ഗ്രാൻഡ് പ്രിയിൽ വിജയിച്ചിട്ടുള്ളത്. ഫോർമുല 1 ഏറ്റവും കൂടുതൽ ചാമ്പ്യൻഷിപ്പ് കിരീടങ്ങൾ നേടിയത് ആരാണ്? മൈക്കിൾ ഷുമാക്കറും ലൂയിസ് ഹാമിൽട്ടൺ. രണ്ടുപേരാണ് 7 പ്രാവശ്യം, അതായത് 7 വർഷം ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയിട്ടുള്ളത്. അത് മൈക്കിൾ ഷുമാക്കറും ലൂയിസ് ഹാമിൽട്ടൺ ആണ്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ 4 വർഷമായിട്ട് ചാമ്പ്യൻഷിപ്പ് കിരീടം കരസ്ഥമാക്കുന്നത് മാക്സ് വെസ്റ്റാപ്പൻ ആണ്. ഇന്നത്തെ മറ്റൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്ത്യ ജോയിൻസ് ടോപ്പ് 50 ഇൻ നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സ് 2024. നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സ് 2024 ഇന്ത്യ ആദ്യ 50 ചേർന്നു. ഇതൊരു ന്യൂസ് ഹെഡിംഗ് ആണ്. ടെലികമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണിത്. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം.
നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സ് 2024 ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 49 റാങ്ക്. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് ആണ് നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സ് 2024. ഇതിൽ ഇന്ത്യയുടെ റാങ്ക് ആണ് 49 റാങ്ക്. നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സ് എന്നാൽ ഇത് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന ഒന്ന് AI, ഇന്റർനെറ്റ് സബ്സ്ക്രിപ്ഷൻ, മൊബൈൽ ബ്രോഡ്ബാൻഡ്, ഇന്റർനെറ്റ് ട്രാഫിക് എന്നിവയെല്ലാം നോക്കിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് ആണ്. ഇതനുസരിച്ച് ഇപ്പോൾ ലോകത്തെ 50 രാഷ്ട്രങ്ങളിലെ അതിനകത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ റാങ്ക്. അതായത് 49 റാങ്ക് ആണ് ഇന്ത്യ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച്. നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സ് 2023 ഇന്ത്യയുടെ റാങ്ക് എന്തായിരുന്നു? 60 റാങ്ക്. അതായത് കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ റാങ്ക് ആയിരുന്നു 60, ഈ വർഷം 49. അതായത് ഇന്ത്യയുടെ പെർഫോമൻസ് ഇപ്പോൾ ഒന്നുകൂടി മെച്ചപ്പെട്ടിരിക്കുകയാണ്. ഇതനുസരിച്ചാണ് ഇപ്പോൾ ഇന്ത്യക്ക് 49ാമത്തെ റാങ്ക് ആണ് നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സ് പ്രകാരം ലഭിച്ചിട്ടുള്ളത്. ഏത് 4 വ്യത്യസ്ത മേഖലകളെ അടിസ്ഥാനമാക്കിയാണ് നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സ് തയ്യാറാക്കിയിരിക്കുന്നത്? ടെക്നോളജി, പീപ്പിൾ, ഗവേർണൻസ് ആൻഡ് ഇമ്പാക്ട്. 4 കീ ഏരിയസ്. അതായത് ടെക്നോളജിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ജനങ്ങൾക്ക് ലഭിക്കാവുന്ന രീതിയിലുള്ള സൗകര്യപ്രദമായിട്ടുള്ള ഇന്റർനെറ്റ് കണക്ഷൻസ്, സബ്സ്ക്രിപ്ഷൻസ് എന്നിവയെല്ലാം. കൂടാതെ ഗവർണൻസ്, അതിന്റെ കാര്യക്ഷമമാക്കുന്ന രീതിയിലുള്ള എന്തെല്ലാം ലെവലിലാണ് ഇന്ത്യ എടുത്തിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ജനങ്ങളിലേക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഇതുവഴി വന്നിട്ടുള്ള മാറ്റങ്ങൾ. ഇത്തരത്തിലുള്ള 4 ഏരിയസ്, അതായത് ടെക്നോളജി, പീപ്പിൾ, ഗവർണൻസ് ആൻഡ് ഇമ്പാക്ട് എന്നീ 4 ഏരിയ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ്, ഒരു സൂചികയാണ് നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സ്. ഇന്നത്തെ ലാസ്റ്റ് ന്യൂസ് ഹെഡിംഗ് ആണ്. അതായത് ഹേമന്ത് സോറൻ ബിഗിൻസ് 4th ടേം ആസ് ചീഫ് മിനിസ്റ്റർ ഓഫ് ജാർഖണ്ഡ്. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ഹേമന്ത് സോറൻ 4ാം തവണയും അധികാരമേറ്റു. ഇതൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ്. ഇന്നത്തെ ഹിന്ദു പത്രത്തിൽ വന്നിട്ടുള്ള ഒരു കറണ്ട് അഫേഴ്സ് ആണിത്. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ജാർഖണ്ഡിന്റെ 14ാമത് മുഖ്യമന്ത്രി ആരാണ്? ഹേമന്ത് സോറൻ. ജാർഖണ്ഡിന്റെ 14th ചീഫ് മിനിസ്റ്റർ ആണ് ഹേമന്ത് സോറൻ. ഇന്നലെയായിരുന്നു അദ്ദേഹം ചീഫ് മിനിസ്റ്ററായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. 2024 നവംബർ 28 ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ഹേമന്ത് സോറന് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ആരാണ്? സന്തോഷ് കുമാർ ഗാംഗ്വാർ. ജാർഖണ്ഡിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആണ് സന്തോഷ് കുമാർ ഗാംഗ്വാർ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ ആണ് ഹേമന്ത് സോറൻ. അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തിട്ടുള്ളത്, അതായത് നവംബർ 28 ഹേമന്ത് സോറൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് സന്തോഷ് കുമാർ ഗാംഗ്വാറിൽ നിന്നാണ്. ജാർഖണ്ഡ് എന്ന സംസ്ഥാനം ഇത് രൂപീകൃതമായിട്ടുള്ളത് 2000 നവംബർ 15 ജാർഖണ്ഡിന്റെ ക്യാപിറ്റൽ ആണ് റാഞ്ചി. അപ്പൊ ജെഡിസ് കറണ്ട് അഫേഴ്സ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നിവിടെ നൽകിയിട്ടുള്ളത്. അതായത് 20ഓളം കറണ്ട് അഫേഴ്സും അതുമായി ബന്ധപ്പെട്ട GK ആണ് ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ജെഡിസ് കറണ്ട് അഫേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.